ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ലണ്ടൻ പട്ടണത്തിൻ്റെ സാമ്പത്തിക, വാണിജ്യ, സാംസ്കാരിക തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന കനറി വാഫ് എന്ന സ്ഥലത്താണ്. ഇതിൻ്റെ പുറകിലായി തേംസ് നദിയുടെ പോഷക തോടുകളൊക്കെ ഒഴുകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിൽക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വചനം ഓർമ്മ വരികയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൽ വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം ഒരു ഉടമ്പടി, ഒരു നിയമം ചെയ്യുന്നത് ഇങ്ങനെയാണ്: അബ്രഹാമെ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയമാണ്, നിൻ്റെ അതിമഹത്തായ പ്രതിഫലം ആണ് എന്നുള്ളതാണ്. ജീവിതത്തിലെ ഭയചകിതമായിരിക്കുന്ന അവസ്ഥകൾ പലതും കടന്നു വരുമ്പോൾ അവിടെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ഒരു നിയമം ചെയ്യുന്ന, ഉടമ്പടി ചെയ്യുന്ന, ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത്. ജീവിതത്തിൽ പരിച എന്നുള്ളത് സംരക്ഷണത്തെ കാണിക്കുകയാണ്. പലവിധമായിരിക്കുന്ന പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള ആക്രമണകരമായ, നമുക്ക് എതിരെ നമ്മെ ഉലയ്ക്കുന്ന, മുറിവേൽപ്പിക്കുന്ന, മാനസികമായി ശാരീരികമായി ആക്രമിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ ദൈവം ചുറ്റും പരിചയമായി നിൽക്കുന്നു എന്നുള്ള ഒരു ധൈര്യമാണ് ഒരു ഭക്തനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി അഥവാ നിയമം എന്നുള്ളത്. അടുത്തൊരു അതിമഹത്തായ പ്രതിഫലം എന്നുള്ളതാണ്. കേവലം ഒരു വേതനമെന്നല്ല, കൂലി എന്നല്ല, സാലറി എന്നല്ല, ഒരു ഫലം എന്നല്ല, പ്രതിഫലം എന്നല്ല, അതിമഹത്തായ, വിലമതിക്കാനാകാത്ത, ഇൻകംപയറബിളായിട്ടുള്ള ഒരു പ്രതിഫലം തരുന്ന ദൈവമാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കുറിച്ചുള്ള വിശ്വാസം, പ്രത്യാശ എന്നുള്ളത്. ഈ ദേശത്ത്, ഈ രാജ്യത്ത് വന്ന സമയം വരെയും, ചെറുപ്പകാലം മുതൽ ബാല്യകാലം മുതൽ ഈ കാലഘട്ടം വരെയും, ചില നാളുകൾ വരെയും ഈ രാജ്യത്ത് വന്നിട്ട് പോലും സങ്കടകരമായിരിക്കുന്ന, ഭയകരമായിരിക്കുന്ന ചെറുകിട പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോഴൊക്കെയും അവിടെ ദൈവം തൻ്റെ നിയമത്തെ, നീതിയെ പ്രദർശിപ്പിച്ചു എന്നുള്ളത് ഈ അനുഗ്രഹീതമായ സമയത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ യോസഫ് എന്ന് പറയുന്നൊരു കഥാപാത്രം, ആ വ്യക്തി പറയുകയാണ്, സങ്കടദേശത്ത് എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ മകനെ പേര് വിളിക്കുന്നത്. ജീവിതത്തിൽ സങ്കടകരമായിരിക്കുന്ന അവസ്ഥകളിൽ വർധനവ് പകരുന്ന ദൈവമാണ്. യോസഫ് എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ തൻ്റെ ബാല്യകാല സ്മരണകൾ, തൻ്റെ കുടുംബം, തൻ്റെ മാതാപിതാക്കൾ, തൻ്റെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, നാട്ടുകാർ തുടങ്ങി സകലരെയും മിസ് ചെയ്യപ്പെട്ട, അവരിലൊക്കെ അകന്ന് മാറ്റപ്പെട്ട ഒരു സന്ദർഭങ്ങളുണ്ടായി എന്നുള്ളതാണ്. എന്നാൽ അവിടെ ആ പ്രയാസത്തിൻ്റെ നടുവിൽ ദൈവികമായിരിക്കുന്ന ചില വർധനവുകൾ തനിക്ക് നൽകപ്പെട്ടു എന്നുള്ളതാണ്. ഈ അനുഗ്രഹ സമയം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, ശോധനകൾ, പ്രയാസങ്ങൾ, നിരാശകൾ ആദിയായവ കടന്നു വരുമ്പോഴും സങ്കടത്തെ കാണുന്ന, സങ്കടങ്ങളിൽ വർധനവ് പകരുന്ന ദൈവത്തിൻ്റെ നിയമങ്ങൾ, ഭയപ്പെടേണ്ടെന്ന് പറയുന്ന, ചുറ്റും പരിചയമായി നിൽക്കുന്ന, സർവോപരി അതിമഹത്തായ പ്രതിഫലം തരുന്ന ദൈവത്തിൻ്റെ നിയമനത്തെ, ദൈവത്തിൻ്റെ വിശ്വസ്തതയെ, ദൈവത്തിൻ്റെ ഉടമ്പടിയെ ഓർത്ത് വിശ്വാസത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നാൾക്ക് നാൾ വർദ്ധിച്ചു വരുവാൻ ദൈവമായ കർത്താവ് ഏവരെയും ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ചെറിയ ചിന്തയിൽ നിർമ്മിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.